ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പത്മമോളും സത്യമോളും അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിയെക്കുറിച്ച് വിശദമായി പറയുന്നു. രണ്ടുപേരും അവരുടെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അറിഞ്ഞ ശാലിനിയുടെ കണ്ണുകൾ നിറയുന്നു. ഈ സമയത്ത് ശാലിനി ഒട്ടും പ്രതീക്ഷിക്കാതെ മക്കൾ ഇരുവരും ഒരുപോലെ തന്നെ ഒരാളെ കുറിച്ച് തന്നെ ഇത്രയും വാചാലമായി പറയുന്നത് കേട്ട് ശാലിനി സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ അവിടെ കൂടിയ ഓരോരുത്തരും ആ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ കേട്ട് മനസ്സ് നിറഞ്ഞ് കൈയടിക്കണം. അതിനുശേഷം പപ്പിമോളെയും സത്യമോളെയും അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം സത്യാമ്മ അവിടെ വന്ന് എത്തിയ ചീഫ് ഗസ്റ്റിനെ ആദരിക്കുന്ന ചടങ്ങിന് വേണ്ടി കളക്ടറായി എല്ലാവരും തേജസ്വിനിയെയും സത്യാമ്മയും കൂടി അവിടേക്ക് ക്ഷണിച്ചു. സത്യാമ്മ സ്റ്റേജിലേക്ക് കയറിയതും തേജസ്വിനി എന്തിനാണ് തന്നെ വിളിപ്പിച്ചെന്നറിയാതെ എല്ലാവരോടും ഉള്ള സ്നേഹത്തോടെ ബഹുമാനത്തോടെയും ആ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അവിടുത്തെ ആങ്കർ വിളിച്ചു പറഞ്ഞു, ഇനി നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നതെന്ന്. ആ വാക്ക് കേട്ട ഉടനെ തേജസ്വിനി അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ എവിടെയെങ്കിലും ശാലിനി ഉണ്ടോ എന്ന് കണ്ണൊന്ന് പായിച്ചു. അവിടുന്ന് ശാലിനിയെ കണ്ടെത്താൻ കഴിയാത്ത ആ നിമിഷത്തിൽ സത്യഭാമ തേജസ്വിനിയെ ആദരിക്കാനായി പൊന്നാട കയ്യിലേക്ക് എടുക്കുമ്പോൾ ഉടനെ തേജസ്വിനി ചോദിച്ചു, അല്ല സത്യാമ്മേ, ഇതെന്തിനാ എന്ന് അന്വേഷിച്ചപ്പോ സത്യഭാമയോട് തേജസ്വിനി അങ്ങനെ ചോദിച്ചത് കേട്ട് സത്യാമ്മ പറഞ്ഞു, ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തരണമെന്ന്. ഇതിനെങ്കിലും ഒരവസരം എനിക്ക് തരണമെന്ന് ഞാനന്ന് ശരിക്കും കളക്ടറോട് ആവശ്യപ്പെട്ടതല്ലേ. അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചതിനും എനിക്ക് ചെയ്ത ഇത്രയും നാളും ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്ത നല്ല പ്രവൃത്തികൾക്കൊക്കെ ഇതെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതിനാണ് എന്ന് പറഞ്ഞ് സത്യാമ്മ തേജസ്വിനിക്ക് പൊന്നാടി അണിയിച്ചു. ഈ സമയത്ത് അങ്ങനെ തേജസ്സിനെ ആദരിക്കുന്ന ആ ചടങ്ങ് കണ്ട ഉടനെ തേജസ്സിനെ മനസ്സിൽ പറഞ്ഞു, ശാലിനി, ഇതെല്ലാം തനിക്കുള്ളതാടോ എന്ന് മനസ്സുകൊണ്ട് ഈ ആദരിക്കലെല്ലാം തനിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്ന് മനസ്സിലങ്ങനെ പറയുമ്പോൾ സത്യഭാമ തേജസ്സിനെ ആദരിക്കുന്നത് കണ്ട് ആ സദസ്സിലിരുന്ന ശ്യാമയുടെ മനസ്സും പറഞ്ഞു, കുഞ്ഞേച്ചി, ഇതൊക്കെ കുഞ്ഞേച്ചിക്കുള്ളതായിരുന്നോ? അങ്ങനെ മനസ്സിൽ വേദനയോടെ അക്കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആങ്കർ വേഗം സത്യാമ്മയ്ക്ക് മൈക്ക് കൈമാറിയിട്ട് പറഞ്ഞു, ഇനി നമ്മുടെ കളക്ടറെ കുറിച്ച് സത്യാമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം എന്ന് പറഞ്ഞതും സത്യഭാമ മൈക്ക് വാങ്ങിച്ച് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഈ നിൽക്കുന്ന നമ്മുടെ കളക്ടർ തന്നെയാണ്, തേജസ്വിനി മേഡം. അന്ന് വഴിയിൽ തളർന്ന് വീണ് കിടന്ന എന്നെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് മേഡം മടങ്ങിപ്പോയത്. അങ്ങനെ മറ്റാരും ചെയ്യാത്ത ഒരു സഹായം എനിക്ക് ചെയ്തു തന്നതാണ് നമ്മുടെ കളക്ടർ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാലിനി ആ വാക്കുകൾ കേട്ട് അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നും ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അത് മാത്രമല്ല എന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കളക്ടറോട് കടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സത്യഭാമ കൈകൂപ്പിക്കൊണ്ട് തേജസ്സിനോട് നന്ദി പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം ശാലിനി തനിക്കുള്ളതാണ് എന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിച്ചപ്പോൾ അവിടെ ഇരുന്ന ശ്യാമയുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. ശ്യാമ പറഞ്ഞു, സത്യാമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഈ തേജസ്വിനിയല്ല, മറിച്ച് എൻ്റെ കുഞ്ഞേച്ചിയാണ്. പക്ഷേ എനിക്ക് ആ സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ലല്ലോ, എന്തൊരു ഗതികേടാണിത് എന്ന് മനസ്സിൽ സ്വയം ശപിച്ചുകൊണ്ട് വേദനയോടെ ശ്യാമ ആ വാക്കുകൾ കേട്ട് സങ്കടത്തോടിരിക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, നമ്മുടെ ഈ നാടിന് ഈ കളക്ടർ നൽകിയ സേവനങ്ങളും കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ നല്ല നല്ല പ്രവൃത്തികളും എത്രത്തോളമാണെന്ന് ദിനംപ്രതി നമ്മൾ എല്ലാവരും അറിയുന്നതാണ്. എന്നാൽ ആ കളക്ടറുടെ പേര് മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ആ പേരും നമ്മൾ അറിഞ്ഞു. തേജസ്വിനി. പേര് പോലെ തന്നെ പേരിനെ അന്വർത്ഥമാക്കുന്ന അതേ പ്രവൃത്തികൾ തന്നെയാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതുപോലൊരു കളക്ടറെ നമ്മുടെ നാടിന് കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയണമെന്നും സത്യഭാമ ഏവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് എല്ലാവരും സന്തോഷപൂർവ്വം കൈയടിക്കുമ്പോൾ തേജസ്വിനി അതെല്ലാം കേട്ട് മനസ്സിൽ വല്ലാത്ത കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. ശാലിനി ഇതെല്ലാം തനിക്ക് അർഹതപ്പെട്ടതല്ലേ എന്ന് മനസ്സിലിങ്ങനെ പറയുമ്പോൾ പപ്പിയും സത്യമോളും വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. പപ്പിയെ സത്യമോള് വേഗം തോണ്ടി തൻ്റെ കൂടെ വരാനായി പറഞ്ഞതും വേഗം ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആ കുട്ടികൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകുന്നത് ശാലിനി ശ്രദ്ധിച്ചു. അപ്പോഴേക്കും തേജസ്വിനിയുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറി നമ്മുടെ ചീഫ് ഗസ്റ്റിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാമെന്ന് പറഞ്ഞത് കേട്ട് തേജസ്വിനെ മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ ഏവരോടും ഞാൻ നന്ദി പറയുന്നുവെന്നും നമ്മുടെ സത്യാമ്മയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നുകൂടി തേജസ്വിനി പറയുന്നു.
അപ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിന്റെ വേദനയിൽ, താൻ പ്രതീക്ഷിച്ച തന്റെ ശാലിനി അവിടേക്ക് എത്താത്തതിന്റെ നിരാശയിലും വിഷ്ണു സങ്കടത്തോടെ ആ പൂളിനരികിലേക്ക് പോയി അങ്ങനെ വേദനയോടെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സ് വീണ്ടും വീണ്ടും വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, ശാലിനി ഇവിടെ എവിടെയോ ഉണ്ട് എന്ന്. അപ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും കൂടി വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയത്. പപ്പിമോള് വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണു വെച്ചാ ചേച്ചിയമ്മ വന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു വിഷമത്തോടെ പറഞ്ഞു, ചേച്ചിയമ്മ വന്നില്ല. അത് കേട്ട ഉടനെ വിഷ്ണു ആകെ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് പപ്പി പറഞ്ഞു, വന്നില്ലേ എന്ന്. രണ്ടുപേരും വിഷ്ണുവിന്റെ ഇരു സൈഡിലായി വന്നു നിന്ന് വിഷമത്തോടിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി. പപ്പി വീണ്ടും വിളിച്ചു, വിഷ്ണു വെച്ചാ സാരമില്ല, ചിലപ്പോ കുറച്ച് കഴിയുമ്പോ വരും എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സമാധാനിപ്പിക്കുമ്പോ, സത്യയുടെ അമ്മ വന്നില്ലല്ലേ? എന്റെ അമ്മയും വരാന്ന് പറഞ്ഞതാ, ഇതുവരെയായിട്ടും വന്നില്ല എന്ന് സത്യയും വിഷമത്തോടെ പറഞ്ഞു. ഉടനെ തന്നെ വിഷ്ണു അതൊന്നും കേൾക്കാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് വിഷ്ണുവിനോട് സത്യ ചോദിച്ചു, ബിഗ് ഫ്രണ്ടിന്റെ ഫോണൊന്ന് എനിക്ക് തരുമോ? എനിക്ക് എന്റെ അമ്മയെ വിളിക്കാനാ. അല്ല, ഇതിന്റെ ലോക്ക് എങ്ങനെയാ എന്ന് വിഷ്ണു ആ ഫോൺ കയ്യിലേക്ക് കൊടുത്തതും ആ ഫോൺ കൈ പിടിച്ചുകൊണ്ട് സത്യമോൾ അന്വേഷിച്ചു. ഉടനെ പപ്പി പറഞ്ഞു, ഇങ്ങിതാ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ ഫോൺ വേഗം പപ്പി വാങ്ങിച്ച് അതിന്റെ ലോക്ക് അഴിച്ചു. എന്നിട്ട് സത്യയോട് നിന്റെ അമ്മയുടെ നമ്പർ പറ എന്ന് പപ്പി ചോദിച്ചു. ഉടനെ സത്യമോള് നമ്പർ പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് ശാലിനിയുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ ശാലിനി പതുക്കെ തന്റെ ബാഗ് തുറന്ന് ഫോൺ എടുത്ത് നോക്കിയതും വിഷ്ണുവേട്ടൻ എന്ന തന്റെ മൊബൈലിൽ തെളിഞ്ഞു വന്നത് കണ്ട് ശാലിനി ഞെട്ടി. വിഷ്ണുവേട്ടനോ എന്ന് ആലോചിച്ച് ശാലിനി ആ കോൾ അറ്റൻഡ് ചെയ്യാനായി മടിച്ചുകൊണ്ട് ഫോൺ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അല്പനേരം ശാലിനി നിന്നു. അപ്പോഴേക്കും പപ്പി വിഷമത്തോടെ സത്യയോട് പറഞ്ഞു, ഫോണ് ബെല്ലുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ഇങ്ങിതാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു സത്യ വീണ്ടും ഒരിക്കൽ കൂടി ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു. വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് ശാലിനി ആകെ അങ്കലാപ്പോടെ ചുറ്റുപാടുമെല്ലാം ഒന്ന് നോക്കി. അവിടെ എവിടെയെങ്കിലും വിഷ്ണുവേട്ടൻ നിൽപ്പുണ്ടോ എന്ന് വിഷമത്തോടെ ശാലിനി നോക്കുന്നു. അവിടെ എങ്ങും തന്നെ ആ വിഷ്ണുവിനെ കാണാതായതോടെ ശാലിനി പരിഭ്രമത്തോടെ കോൾ എടുക്കാനായി വിഷമിച്ചുകൊണ്ട് ഫോൺ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ സത്യ പറഞ്ഞു, അമ്മ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കയ്യിലേക്ക് ആ മൊബൈൽ ഫോൺ നൽകി. എന്നിട്ടും വിഷ്ണു ഒന്നും മിണ്ടാതെ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്നത് കണ്ട് സത്യമോളി ചോദിച്ചു, ബിഗ് ഫ്രണ്ട് ഇപ്പോഴും ചേച്ചിയമ്മ വരാത്തതിന്റെ സങ്കടത്തിലായല്ലേ എന്ന് ചോദിച്ചിട്ട് വിഷ്ണു സത്യമോളെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതിരുന്നു. അപ്പോഴേക്കും സത്യമോള് പറഞ്ഞു, ബിഗ് ഫ്രണ്ട് വിഷമിക്കണ്ട കേട്ടോ, എന്തായാലും ചേച്ചിയമ്മ വരും കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഓരോ വാക്ക് പറയുമ്പോൾ ആ കുട്ടികളുടെ രണ്ടുപേരുടെയും സംസാരം കേട്ട് വിഷ്ണു ചിരിച്ചു എന്ന് വരുത്തുന്നു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ കവിളത്ത് സത്യ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞ്, പോട്ടെ സാരമില്ല എന്ന് സത്യമോളെ സമാധാനിപ്പിച്ചു. വിഷ്ണു ആകെ വിഷമത്തോടിരിക്കുന്നത് കണ്ട് പപ്പിയോട് സത്യമോള് പറഞ്ഞു, വാ പപ്പി നമുക്ക് പോകാം. അപ്പോഴേക്കും പപ്പിയും വേഗം ചെന്ന് വിഷ്ണുവിന്റെ കവിളില് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ആ കുട്ടികൾ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വിഷ്ണു അപ്പോഴും ശാലിനിയെ കുറിച്ച് തന്നെ ചിന്തിച്ചു. ശാലിനി, താൻ എവിടെയാടോ? താൻ എന്താ ഇതുവരെയായിട്ടും എന്റെ മുന്നിൽ എത്താത്തത്? താൻ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് ഉറപ്പാ താൻ ഇവിടെ ഉണ്ട് എന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ മാറി അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മനസ്സ് അങ്ങനെ മന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച്, എന്തായാലും താൻ എവിടെയാണെങ്കിലും തന്നെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് വിഷ്ണു മനസ്സിലുറപ്പിച്ചു. അപ്പോഴാണ് ഫംഗ്ഷനെല്ലാം അറ്റൻഡ് ചെയ്തതിനു ശേഷം പോകാനായി തേജസ്വിനി തയ്യാറായത്. സത്യാമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ പറഞ്ഞു, എന്തായാലും ഇങ്ങനെയൊരു ചടങ്ങിൽ വന്ന് എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ സന്മനസ് കാണിച്ചല്ലോ, അതിലൊത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് സത്യാമ്മ തേജസ്വിനിയോട് നന്ദി അറിയിച്ചു. തേജസ്വിനി നന്ദി വാക്കുകളെല്ലാം സ്വീകരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തേജസ്വിനി പോകുന്ന സമയത്ത് തേജസ്വിനി ഇറങ്ങി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ശാലിനി വേഗം തന്നെ കാറിലേക്ക് പോകുന്നു. കാറിനരികിൽ ചെന്ന് പെട്ടെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറി ആരുടെയും കണ്ണിൽപ്പെടാതെ പതുക്കെ സൈഡ് സീറ്റിലേക്ക് ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേജസ്വിനി വരുന്നുണ്ടോ എന്നറിയാനായി പതുക്കെ ഗ്ലാസ് താഴ്ത്തി ശാലിനി നോക്കിയിരുന്നു. തേജസ്വിനി കാറിലേക്ക് കയറാൻ എത്തിയപ്പോൾ അവിടെ വന്ന ചില പ്രമുഖരായ ആളുകൾ ഓരോരുത്തരും വന്ന് തേജസ്വിനിയോട് സംസാരിച്ചു. മാഡം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞതും തേജസ്വിനി ചെയ്ത നല്ല പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഇങ്ങനെ വാദോരാതെ അവർ സംസാരിക്കുമ്പോൾ തേജസ്വിനി പറഞ്ഞു, ഇതൊക്കെ ഒരു ജനസേവനമല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിച്ച് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയപ്പോൾ ശാലിനി എല്ലാവരോടും യാത്ര പറഞ്ഞ് തേജസ്വിനി ആരെയും മുഷിപ്പിക്കാതെ സന്തോഷപൂർവ്വം എല്ലാവരോടും വിട പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനി അവിടെ എവിടെയോ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ട് വേഗം തന്നെ ആ വാതുക്കലേക്ക് ഓടിയെത്തി. വിഷ്ണു അവിടെ വന്ന് നിൽക്കുന്നത് ശാലിനി വേഗം കാണാനിടയായി.
വിഷ്ണുവിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി പതുക്കെ ശാലിനി തേജസ്വിനിയുടെ പിന്നിലേക്കായി ഒളിച്ചിരിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവിന്റെ മനസ്സ് വീണ്ടും വീണ്ടും ശാലിനി ആ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്ന് വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്താ കാര്യം എന്നറിയാതെ വിഷ്ണു അങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് കാറിനുള്ളിൽ ശാലിനി മറിഞ്ഞിരിക്കുന്നത് വിഷ്ണുവിന്റെ കണ്ണിൽപ്പെട്ടത്. തേജസ്വിനി എത്രയും വേഗം അവരുടെ സംസാരം അവസാനിപ്പിച്ച് പോകാനായി ഒരുങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ശാലിനി വിഷ്ണുവിന്റെ കണ്ണിൽപ്പെടാതെ പതുക്കെ മറിഞ്ഞിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ശാലിനിയെ വിഷ്ണു കാണാനിടയാകുന്നു. വിഷ്ണുവിന്റെ കണ്ണുകളും ശാലിനിയുടെ കണ്ണുകളും പരസ്പരം ഉടക്കിയ ആ നിമിഷത്തിൽ രണ്ടുപേരും ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ്. ഉടനെ തന്നെ ശാലിനി എന്തോ ഞെട്ടലോടെ അങ്ങനെ നോക്കുന്നത് കണ്ട് തേജസ്വിനി ചോദിച്ചു, ശാലു എന്താ പറ്റിയത്? അപ്പോഴേക്കും ശാലിനി വേഗം മുഖം തിരിഞ്ഞിരിക്കുന്നത് കണ്ടതോടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് തേജസ്വിനിക്ക് മനസ്സിലായി. വേഗം തന്നെ ശാലിനി രാമേട്ട കാർ എടുക്ക എന്ന് പറഞ്ഞു. രാമേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വിഷ്ണു ശാലിനിയാണ് അതിലിരിക്കുന്നത് മനസ്സിലായതോടെ വിഷ്ണു വേഗം തന്നെ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ കാറിന്റെ പിന്നാലെ ഓടിയെത്തുന്നു. ഏയ് ശാലിനി നിൽക്ക്, വണ്ടി നിർത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആ കാറിന് പിന്നാലെയായി ഓടുന്നു. വിഷ്ണു എത്ര ബഹളം വെച്ചിട്ടും അത് ശ്രദ്ധിക്കാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ശാലിനി ഒന്ന് പിന്തിരിഞ്ഞു നോക്കാതെ അങ്ങനെ മനസ്സ് അടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തേജസ്വിനി അരികിലിരുന്ന് ശാലിനിയോട് പറഞ്ഞു, ശാലിനി ദാ വിഷ്ണു വരുന്നുണ്ട് എന്ന്. ശാലിനി പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കിയതും വിഷ്ണു കാറിന് പിന്നാലെ ഓടി വരുന്ന ആ കാഴ്ച ശാലിനി കാണാനിടയായി. അപ്പോഴേക്കും ശാലിനി വേദനയോടെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നു. വിഷ്ണു തന്നാലാകും വിധത്തിൽ കാറിന്റെ പിന്നിലായി ഓടി വന്നുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച കണ്ടതോടെ ശാലിനിയോട് തേജസ്വിനി പറഞ്ഞു, ശാലിനി നീയൊന്ന് മനസ്സ് വെച്ചാൽ വിഷ്ണു നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തേജസ്വിനിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സാധിക്കുന്നില്ല എന്ന് സങ്കടത്തോടെ ശാലിനി പറയുന്നു. ശാലിനിയുടെ ആ സങ്കടവും വേദനയും കണ്ട് തനിക്കും സഹിക്കാൻ കഴിയാതെ വേദനിച്ചു ഇരിക്കുന്ന ആ രണ്ടുപേരുടെയും മനസ്സിന്റെ സങ്കടം തിരിച്ചറിഞ്ഞ സങ്കടത്തിൽ തേജസ്വിനി ശാലിനിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും വിഷ്ണു അവിടെ ആ വഴിയിൽ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു, ശാലിനി താനിത് എങ്ങോട്ടാ എൻ്റെ അരികിൽ നിന്ന് പോകുന്നത്? എന്നെ തനിച്ചാക്കി എങ്ങോട്ടായി പോകുന്നത്? തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ആ വഴിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. ശാലിനി കാറിലിരുന്ന് കരയുന്നത് കണ്ട് എന്ത് പറയുമെന്നറിയാതെ തേജസ്വിനി നോക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ വിഷ്ണു അണിയിച്ച ആ താലിമാലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ആ പഴയ ഓർമ്മകളിലേക്ക് ശാലിനിയുടെ മനസ്സ് പോകുന്നു. വിഷ്ണുവിനെ അവസാനമായി കണ്ട നിമിഷവും അന്ന് തൻ്റെ അരികിലേക്ക് സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ്ങിനുള്ള ആ ലെറ്റർ കൊണ്ട് തരാനായി അവസാനമായി തൻ്റെ അരികിലേക്ക് വിഷ്ണു എത്തിയ ആ നിമിഷം ഓർത്തുകൊണ്ട് ശാലിനി ആ താലിമാല നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ മുറുകെ ഇരിക്കുന്നു. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടുപടിക്കലേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ വന്നെത്തി. വാതുക്കലെത്തി ശാരദാമ്മേ എന്ന് വിളിക്കുന്നത് അകത്തിരുന്ന ശാരദാമ്മ കേട്ടു. ഉടനെ ശാരദാമ്മ പറഞ്ഞു, ശാന്തയാണോടി? നീ കട അടച്ചെങ്കിൽ ആ താക്കോൽ അവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞതും വീണ്ടും ശാരദാമ്മേ എന്ന് വിളിച്ചു. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, പകലന്തിയോളം പണി ചെയ്തിട്ട് ഒന്ന് നടു തീർക്കാനായി വന്നിരുന്നാൽ ഇവളൊന്നും സമ്മതിക്കില്ലല്ലോ. അവിടെ വെച്ചിട്ട് പൊയ്ക്കാളാനായി പറഞ്ഞാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്തൊരു ശല്യം ഇവളിപ്പോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ശാരദാമ്മ പതുക്കെ എഴുന്നേറ്റ് വാതുക്കലേക്ക് എത്തി. വാതിൽ തുറന്നതും അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് ആരാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പിന്തിരിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടതോടെ ശാരദാമ്മയ്ക്കാകെ അതിശയമായി. ശാരദാമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ആ സ്ത്രീ ചോദിച്ചതും ശാരദാമ്മ അടിമുടിയൊന്ന് നോക്കി അതിശയത്തോടെ അങ്ങനെ നിന്നു. അല്ല, ഇതാരാ എന്ന് അതിശയപ്പെട്ട ശാരദാമ്മ പെട്ടെന്ന് ഓർത്തെടുത്തു. അന്ന് ഇതുപോലെ അപ്രതീക്ഷിതമായി ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നോട് പണം ആവശ്യപ്പെട്ട് പലരുടെയും അരികിൽ ചെന്ന് പട്ടിണിയാണെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങിക്കുന്നതും അതിനുശേഷം താൻ കൈയോടെ പിടികൂടി ഹോട്ടലിൽ എത്തിച്ചതും ഹോട്ടലിൽ ആവുന്നത്ര ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചതും ഭാനുമതി അമ്മ എന്ന പേരുള്ള ആ സ്ത്രീയെ, അന്ന് ഒരു നാടോടിയായി നടന്നിരുന്ന ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ വീട്ടിലൊരിടം കൊടുത്തതും അവസാനം ശ്യാമ അന്ന് മയക്കുമരുന്നിന് അടിമയായ നിമിഷത്തിൽ അന്ന് ശാലിനിയുടെ ചേച്ചിയായ ശാരികയെ കുത്തിപ്പരിക്കേൽപ്പിക്കാനായി പിന്നാലെ ഓടി വന്ന നിമിഷത്തില് ഭാനുമതിയമ്മ ആ കുത്ത് ഏറ്റുവാങ്ങിയതും ഒക്കെ ശാരദാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് ശാരദാമ്മ ചോദിച്ചു, ഭാനുമതിയമ്മയോ, നിങ്ങള് ഇപ്പൊ ഇവിടെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചതും ഭാനുമതിയമ്മ പറഞ്ഞു, നാടോടികളായി നടക്കുന്നവർക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊരു വീടുണ്ടോ ശാരദാമ്മേ? എനിക്ക് ഒരു ചോറ് തരാൻ ശാരദാമ്മയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചതും അതിനെന്താ അകത്തേക്ക് കയറുവാ ഭാനുമതിയമ്മേ എന്ന് പറഞ്ഞതും
ഭാനുമതിയമ്മ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഓ എന്തൊരു പേമാരിയും കൊടുങ്കാറ്റും ഒക്കെയാ എന്നൊക്കെ പറഞ്ഞതും സത്യഭാമ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, പേമാരിയും കൊടുങ്കാറ്റുവോ എന്നൊക്കെ ശാരദാമ്മ അതിശയത്തോടെ ഭാനുമതിയമ്മയോട് ചോദിക്കുമ്പോൾ ഭാനുമതിയമ്മ പറഞ്ഞു, ശാരദാമ്മ ഇവിടെയൊന്നും അല്ലേ, എന്തെല്ലാം നാശനഷ്ടങ്ങളാ ഉണ്ടാവുന്നത്, ഇത് കണ്ടോ, പുറത്ത് എന്തൊരു പേമാരിയായിരുന്നു, ദേഹം ആസകലം നനഞ്ഞു, എനിക്ക് ഈറിനൊന്ന് മാറണം എന്നൊക്കെ ഭാനുമതിയമ്മ പറയുമ്പോൾ ശാരദാമ്മ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള അവരുടെ സംസാരം കേട്ട് ആകെ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും ഭാനുമതിയമ്മ പറഞ്ഞു, അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല എന്നെ വിട്ടത് എന്നൊക്കെ ചോദിച്ചതും ശാരദാമ്മ ചോദിച്ചു, ആരുടെ കാര്യം ഈ പറയുന്നത്? ഉടനെ ഭാനുമതിയമ്മ പറഞ്ഞു, അതെ, ആ ക്യാമ്പിലുള്ളവരെ, അവിടെ ആടും കോഴികളും ഒക്കെ ആ ക്യാമ്പിലല്ലേ, അവിടെ എല്ലാവരെയും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടെയല്ലേ കൊണ്ടുപോയി വിടാറുള്ളത് എന്നൊക്കെ ഭാനുമതിയമ്മ സംസാരിക്കുന്നത് കേട്ട് സംശയത്തോടെ ശാരദാമ്മ ഭാനുമതിയമ്മയെ നോക്കുന്നു.